പടം കൊള്ളാം. ഞാൻ ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പടം കാണാൻ വേണ്ടി കയറിയത്. പക്ഷെ എന്നാൽ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ടോട്ടലി പടം മൊത്തത്തിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഈ പറയണ പോലെ ഫസ്റ്റ് ഹാഫിൽ കുറച്ചധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ലൊക്കേഷൻസ് കാണിക്കുന്നത്. പ്രയാഗ്രാജിലെ കുംഭമേള കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് നോൺ ലീനിയർ ആയിട്ടാണ് ഈ കഥ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനകത്തൊരു പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻസ്. പക്ഷേ ഭയങ്കര ലക്കിയായിട്ട് തോന്നുന്നു ഇങ്ങനെ ഒരു പടം ഇവിടെ കാണാൻ പറ്റി എന്നുള്ളത് സംഭവം. ഇത് കൂടുതൽ ഓഡിയൻസിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞാലും ഇത് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിനേക്കാളും നല്ലൊരു സ്വീകരണം ഈ പടം ഡിസേർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം ഓഫ് ദിസ് മൂവി. That's a Gambi Telugu movie. It's a wonderful movie. Its animation is very beautiful and BGM was very nice and the choreography is very beautiful. Must theatre watch movie. I'm wondering this was making like Bollywood. It's a very nice good movie. You must watch theatre. Okay, thank you. നല്ലൊരു സിനിമയാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവി എന്ന് പറയാം. കാരണം നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഇങ്ങനത്തെ സിനിമകളൊന്നും അധികം വരാറില്ല. ഇപ്പോൾ എന്താ പറയുക, ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഒരു ഗാമിയെന്നാണെങ്കിലും ശരിക്കും സിനിമയുടെ ലാസ്റ്റ് ക്ലൈമാക്സ് ഒരു 5 മിനിറ്റാണ് നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമ ഒരു വേറെ ലെവലിലേക്ക് എത്തുള്ളൂ. ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് തന്നെ പറയാം. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവും ആ രീതിയിലുള്ളൊരു VFX വർക്കൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഹിമാലയൊക്കെയാണ് കൂടുതൽ കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസ് ആണെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. ആളുടെ സിനിമ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, പക്ഷേ ആളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ ആളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഇന്ത്യൻ സിനിമ വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട നല്ലൊരു ഫിലിമാണ്. OTT വരാൻ വേണ്ടി നിൽക്കുന്നത്. കാരണം ഇത് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് ചെയ്ത് മേക്കിംഗ് വൈസ് ആയാലും നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവലിലോട്ട് ഇന്ത്യൻ സിനിമയുടെ എന്താ പറയുക ട്രാക്ക് മാറിക്കൊണ്ടിരിക്കുക. തെലുങ്ക് പടം എന്നൊക്കെ പറയാൻ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഫസ്റ്റ് തെലുങ്ക് പടം ഒരു അടി മാസം അങ്ങനെ ഒരു പക്കാ സർവൈവൽ ജേർണി വരുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫിലിമാണിത്. തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. VFX ഒക്കെ നന്നായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള പടം നമ്മൾ പ്രോത്സാഹിക്കണം. ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്ന പടങ്ങളല്ലേ അവർ. പിന്നെ VFX ഒറിജിനൽ നമുക്ക് തിരിച്ചറിയാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിനിടയ്ക്ക് സാധാരണക്കാരുടെ സെൻറ്റിമെൻറ്റ്സും അതിൽ അവർ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. മേക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു സർവൈവൽ സ്റ്റോറിയാണ്. അപ്പം നമ്മൾ മലയാളത്തിൽ ഇങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ എന്നാലും ഇത് മേക്കിംഗ് അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നല്ല മേക്കിംഗ് ആണ്. ഒരുപാട് കഷ്ടപ്പെട്ട സിനിമ അവർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല സ്റ്റോറിയാണ്. പക്ഷെ കണ്ടിരിക്കേണ്ട നല്ലൊരു സ്റ്റോറിയാണ്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇതിൻ്റെ ഒരു റീമേക്ക് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. നല്ല രസമുണ്ടായിരുന്നു കണ്ടിട്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഗ്രിപ്പിംഗ് ആയിരുന്നു. നല്ല രസമുണ്ട്. ആർട്ടിസ്റ്റുകൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്പെക്റ്റ് ചെയ്തതിലും കൂടുതൽ നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഇപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ് ഓൾസോ നമ്മളൊരു പ്രോബ്ലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ വെച്ച് ഓഫ് കോഴ്സ് നന്നായിട്ട് ഉണ്ട്. അത് എന്തായാലും ഈ മൂവി തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് മൂവിയാണ്. ഉറപ്പായിട്ട് ഇത് വിജയമായിരിക്കും.